മൊബൈൽ അടിക്കാൻ കാണാൻ പറ്റില്ല, ഒന്ന് എടുക്കാൻ പറ്റത്. പിന്നെ വിളിക്കാം തിരക്കാം അതുകൊണ്ടാ. നിനക്കൊരു മരണ വീടാണെന്നുള്ള ഒരു ബോധമില്ലടാ. മൊബൈൽ ഇങ്ങനെ സൈലന്റാക്കി വിടാ. മറന്നുപോയി പിടിച്ചേ. അതെ ഈ വീട്ടില് കൊച്ചു പിള്ളേർ വല്ലോ ഉണ്ടടാ? അതെ, ഈ പിള്ളേര് ടോയ്സ് ഇങ്ങനെ ടൊരക്കണ സൗണ്ട് കേൾക്കണ്ടല്ലോ. അതാ ചേച്ചി ഇരുന്ന് കരയണത്. എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ ഭർത്താവാണ് മരിച്ചത്. ഇവിടെ ഇങ്ങനെ കോമഡി കാണിച്ച് മറ്റേ ആൾക്കാരൊക്കെ ചിരിപ്പിക്കോ? എന്റെ പൊന്നോ. തർപ്പായെല്ലാം ഓക്കെ അല്ലേ? പക്ഷെ ഓർമ്മ കിട്ടിയുള്ളത് കീറിയത്. കീറിയാ വലിച്ചങ്ങ് കെട്ടിക്കോന്ന് പറഞ്ഞാൽ വേറെ റെഡിയാക്കാം കേട്ടാ. ഞാനേ എല്ലാരും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കട്ടെ. വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ഇപ്പൊ ഈ സംഭവം മരിച്ചിട്ട് ഒന്നാമത് ഒരു 10-6 ഏക്കർ സ്ഥലത്താണ് ഈ വീടിരിക്കണത്. അതിലൊക്കെ ആരും ഇല്ല. അപ്പൊ എല്ലാരും ഒന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാലേ വടക്കുള്ളൂ കേട്ടാ. ബാബു ചേട്ടാ, ഞാനാണ്, ബൈജു ആണ്. നമ്മുടെ സരസൻ ചേട്ടൻ പോയിട്ടാ, ഗൾഫിൽ പോയെന്നല്ല, മരിച്ചു പോയെന്ന്. പറയട്ടെ. പിന്നെ അറിഞ്ഞില്ലേ ഇന്നലെ ആ ട്രെയിൻ അപകടം ഉണ്ടായില്ലേ? ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ കത്തി മരിച്ചത്. ആ ട്രെയിനിൽ എല്ലാവരും രക്ഷപ്പെടുന്നു. ഈ പുള്ളിക്ക് മാത്രം ഭാഗ്യമില്ല, പുള്ളി മാത്രം മരിച്ചു. എന്ത് കഷ്ടമുള്ള. ഞാൻ വീട്ടിലുണ്ടല്ലോ, ട്രെയിനിലല്ല. ട്രെയിനിലെ ശബ്ദോ? ഈ പെണ്ണുമ്പോൾ ഇവിടെ കിടന്ന് കൂണേണെന്ന്. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കാമോ? ഞാൻ ഒന്ന് ഫോൺ ചെയ്തൊന്ന് അറിയിച്ചേക്കട്ടെ. പിന്നെ ബാബുചേട്ടാ, പിന്നെ വേറൊരു കാര്യം ചെയ്യണം. നമുക്കൊരു 25 കസേര, ചുമന്ന കസേര ആയിക്കട്ടെ. ഒന്ന് എടുപ്പ് വേണം, ആൾക്കാർ വരുമ്പോൾ ഒന്ന് അട്രാക്ഷൻ ആയിരിക്കണം. കാരണം നമ്മളെ ഏൽപ്പിച്ചേക്കണ അയൽവക്കക്കാരനായി നമ്മൾ വേണം ചെയ്യാനായിട്ടേ. പിന്നെ ആ നീലത്തർപ്പയുണ്ട്. നമുക്ക് ഷാമിന പറ്റോ? ഷാമിന എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഷാമിയാന എന്താ അത് തന്നെ, ആ സാധനം അതുണ്ടോ? പിന്നെ ഇല്ലേ നമ്മുടെ ഈ മരിച്ച ആളുടെ പേര് വെച്ചിട്ട് ഒരു LED ഇങ്ങനെ ഓടിക്കാൻ പറ്റും. ഇങ്ങനെ മരിച്ച ചേട്ടന് ആദരാഞ്ജലികൾ ഇങ്ങനെ കിടന്ന് ഓടണം മൊത്തം. LED ലൈറ്റ് ഇങ്ങനെ പേര് ആദരാഞ്ജലികൾ ചെയ്യാൻ പറ്റുമല്ലേ? DJ വേണമെന്നാ ചോദിക്കട്ടെ. ചേച്ചി DJ വേണം? DJ വേണ്ട. ഇവിടെ ഉണ്ട്, DJ ഉണ്ട്. ഓക്കെ. അപ്പേ ഇന്നത് ഇവിടെ ഭയങ്കര ഒരു പട്ടിക്കാട്ടിലാണ് ഈ താമസിക്കുന്നത്. ഈ പുള്ളി മരിച്ച ആൾക്കാരെന്നുണ്ടെങ്കിൽ ആർക്കും അറിയാനും പാടില്ല. ഇവിടെ വരുമ്പോ വിളിച്ചാൽ മതി കേട്ടാ. ഓക്കെ. ശരി. പോട്ടേച്ചി അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയടാ, ഞാൻ പിന്നെ എടുത്ത് കഴിച്ചോളാം. പൊറോട്ട ഇറച്ചി. പോട്ടെ. നീ എവിടെയെങ്കിലും പോണെങ്കി പോടാ. അത് പറ്റില്ല, ചേച്ചിനെ ഇട്ട് ഞാൻ എങ്ങും പോവില്ല. മരിച്ചവര് പോയൊരു പോട്ടെ. അടങ്ങ ചേച്ചി, അടങ്ങ. അത് നീ അടങ്ങ്. ഈ പെണ്ണുമ്പിള്ളക്ക് ഒരു ആങ്ങളുണ്ട്, അങ്ങനെ കണ്ടെന്ന് നിന്നെ ഇവിടെ അടക്കും. അയ്യോ പറഞ്ഞേക്കാം. അല്ല, ചേച്ചിനെ സമാധാനിച്ച് ആ ചേട്ടൻ പുള്ളിക്കാരനെ പൊന്നു പോലെ നോക്കിക്കൊണ്ടിരുന്നതാണത്. കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശ്രീലതികകൾ തളിലലിഞ്ഞുലയവേ കിളിമകളെ. എടാ മിണ്ടാതിരിക്കും, മരണ വീട്ടിലാണ് നീ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരത്ത് അമ്മിങ്ങിട്ട് തന്നതല്ലേ? അമ്മിങ്ങല്ല, പുള്ളിക്കാരത്ത് കരയണത് അതിന് സമാധാനിപ്പിക്കാൻ വല്ല കൊടുക്കത്. സമാധാനിക്കാനാ? ചേച്ചി നിന്നാ ചായ കുടിച്ചേ. ഇറങ്ങുന്നില്ലേ ചേച്ചി, ഞങ്ങൾ ഈ ഉച്ചക്കലത്തെ വൈകുന്നേരത്തെ ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിക്കോളാം. ഇറങ്ങുന്ന ഇത് കുടിക്കേ. ചത്ത് തലക്ക് മേളിക്കുമ്പോ എങ്ങനെ ചേട്ടാ ഇറങ്ങണത്? ഇങ്ങനെ കൊടുക്കാൻ കൊള്ളാവോ? ചത്ത് തലക്ക് മേളല്ലേ നിൽക്കണത്, അല്ലാണ്ട് ഈ പുള്ളിക്കാരത്തിന് തൊണ്ടക്കുടിയിൽ വട്ടം നിൽക്കണമെന്നല്ലേ ചായ കുടിച്ചിറങ്ങാതിരിക്കാനായിട്ട്. ചേച്ചിക്ക് കണ്ണിരുന്ന് കരണ്ട് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെന്താ കുഴപ്പം? പക്ഷെ ഒരാളല്ലേ അലോടുള്ളൂ. കാരണം എല്ലാരും ഇവിടെ തിങ്ങിക്കയറിയതല്ലേ ശേഷിക്ക് ശ്വാസം മുട്ടൂല. അതുകൊണ്ടിട്ടാ ഞാൻ രാവിലെ മുതൽ ഇവിടെ കിടന്ന് ഓടിപ്പടക്കണം. നമ്മളൊക്കെ ഓടിപ്പടക്കാണല്ലോ. ഇവിടുത്തെ സ്വന്തക്കാരും ബന്ധുക്കാരായിട്ട് ആരും ഇല്ല. സ്വന്തക്കാരും ബന്ധക്കാരും ഞാൻ പറഞ്ഞില്ല, ഒരു വകയിലൊരു ആങ്ങളുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ജീവിച്ചിരുന്നപ്പോ പൈസക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരും, അല്ലാതെ ഈ അയാളെ കൊണ്ട് ഒരു ഗുണമില്ല. രാവിലെ ഇങ്ങനെ ഈ സംഭവം പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. ചിലവരെങ്ങനെ പൈസ എന്ന് പറഞ്ഞാൽ ആക്രാന്ത. സമൂഹം അങ്ങനെ ഭയങ്കര ആക്രാന്തമാണ്. ചേച്ചി ഒരു 100 രൂപ എടുക്കാണ്ട, കർപ്പൂരം മേടിക്കാൻ വേണ്ടിട്ട്, അല്ലാണ്ട് വേറെ എനിക്ക് വേണ്ടിട്ടല്ല. അല്ലേ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിക്കോളാം കേട്ടോ. ദേവന് നീ പറഞ്ഞില്ല ആങ്ങളാന്ന് പറഞ്ഞത് ഈ സാധനം. ഇതെല്ലാം ആരും മിണ്ടാതിരിക്കുന്നത്. ഇതൊരു മരണ വീടല്ലേ, ഇവിടെ ആവി അനക്കൊന്നും ഇല്ലേ? ചാകര വന്നേന്ന് കേട്ടിട്ടുണ്ട്. ആങ്ങളെ വന്നേന്ന് ആദ്യമായിട്ടാണ് കേൾക്കണത്. കുഴപ്പമില്ല, ഞാനുണ്ട് ഇവിടെ. അതെ,
ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ നേരം എടുത്തപ്പോ മുതല്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ നീ എന്നാ തുടലെ കെട്ടിയ പട്ടിയോ? അല്ലല്ലേ ഞങ്ങൾ ഈ ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ. നിങ്ങളൊക്കെ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ഇതിനെക്കാട്ടി വലിയ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാ. അല്ല നമ്മുടെ അളിയനെ ട്രെയിൻ അപകടത്തിലാണല്ലോ മരിച്ചത്. വാ അപ്പം ഈ റെയിൽവേ പുള്ളിക്കൊരു പാരിതോഷികം കൊടുക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ. പാരിതോഷിയോ? സമ്മാനോ? അല്ല ഈ മരിച്ചവർക്ക് കൊടുക്കുന്ന എന്തോ നഷ്ടപരിഹാരം. നഷ്ടപരിഹാരം നടത്തുന്നതിന് വേണ്ടി ഞാൻ റെയിൽവേ പോയിട്ട് വരുവാ. എത്ര രൂപ കിട്ടും? 15 ലക്ഷം. 15 ലക്ഷം രൂപ കിട്ടൂടാ. 15 ലക്ഷം രൂപയല്ല, തെറ്റിപ്പോയതാ. അതായത് 15 ലക്ഷം പേരോളം അവിടെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പമ്മി ഇങ്ങനെ കയറി ചെന്നപ്പോ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് 30,000 രൂപയേ ഉള്ളൂ. 30,000 രൂപ റെയിൽവേ കൊടുക്കണതാ? ഞാൻ വിട്ടില്ല. ഞാനൊരു 10 കയറ്റി അങ്ങോട്ട് പറഞ്ഞു. ഇപ്പുറത്ത് 5 കയറ്റി പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ 50,000 കൊണ്ട് 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞ് ഞാൻ ഉറപ്പിച്ചു. ഇതന്നെ ലേലം വിളിയോ? ഒരു കാര്യം, നീ അങ്ങനെ സംശയം പറയണ്ട. എനിക്ക് സംശയമുണ്ട്. 50,000 ഒന്നും അല്ല ഇത് അവർ കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ഞാൻ 20,000 രൂപ തൊട്ട് 70,000 രൂപ ഇവിടെ കൊടുക്കും. എന്തിന്? അല്ല ഇതെല്ലാം കൂടെ കൊണ്ടുപോയി എനിക്ക് ദഹിക്കണ്ടേ? അല്ല ഇത് ദഹനത്തിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചതാ. അത് തന്നെ എനിക്കറിയേണ്ടത്. ഇപ്പൊ ദഹനത്തിന്റെ കാര്യം എന്ത് ചെയ്യും ഇപ്പൊ? ദഹനത്തിനോ? ജലൂസിന്റെ ഒരു 2 ഗുളിക മേടിച്ച് കഴിച്ചാൽ അടിപൊളിയാ ദഹനത്തിന്. ദഹനത്തിനെ ഈ ദഹനത്തിന്റെ കാര്യമല്ല പറഞ്ഞ, പിന്നെ ബോഡി കൊണ്ടുവരുമല്ലോ, അപ്പൊ ദഹിപ്പിക്കണ്ടേ? ഈ പുള്ളി ബോഡി ഒന്നും അല്ലെന്ന് ബെന്നിനായിട്ടൊന്നും നടക്കുന്നെന്ന്. ആ പുള്ളി ഒന്നും ഉപയോഗിക്കുന്നതല്ല. ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോ ദഹിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അയ്യോ നീ എന്തോ ഏതാ? ഇത് ട്രെയിൻ അപകടത്തിൽ മരിച്ചതാ. ഞാൻ അവിടെ ചെന്നപ്പോ തൂത്ത് കൂട്ടിയെടുത്തപ്പോ 50 പൈസയുടെ ഒരു പ്ലാസ്റ്റിക് കൂടിൽ ഒതുങ്ങുന്ന സാധനമേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ ദഹിപ്പിക്കുന്നേ. അപ്പൊ മാവെന്നാ ചെയ്യണേ? മാവ് ഒരു കാര്യം ചെയ്യും, ഇച്ചിരി എടുത്ത് ദോശ ചൂട്, ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് നാളെ എടുക്കാം. ഏത് മാവിന്റെ കാര്യം പറയണത്? ദോശമാവിന്റെ കാര്യം. അതല്ല, പുള്ളിന് ദഹിപ്പിക്കാനായിട്ട് മാവ് അടക്കപ്പുറത്ത് മാവ് വെട്ടിയിട്ടുണ്ട്, അതെന്നാ ചെയ്യണമെന്ന് ചോദിച്ചത്. അയ്യോ സഹിക്കുന്നില്ലേ. സാരമില്ല, അടങ്ങ. അയ്യോ അതല്ല, 2 ചാക്ക് കോട്ടക്കോണം മാങ്ങ ഇട്ടണ മാവാ കാലം വെട്ടി സഹിക്കുന്നില്ലേ. എന്ന് വെച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല. ഞങ്ങൾ അങ്ങോട്ട് മാവ് അങ്ങോട്ട് വെട്ടി. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തെക്കേപ്പുറത്തിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചാലോ? വേണ്ട, 10 കൂടി ചീര ഉടക്കാല്ലേ ഇറക്കാം, അതിനെ വെട്ടി കളയാനാ? അത് പറ്റൂല. എവിടെ ഇട്ട് ദഹിപ്പിക്കുന്നു? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ റോഡ് സൈഡിലെ ഇച്ചിരി കരിയിലൊക്കെ അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് ഈ പുല്ലനെ ഞാൻ കത്തിക്കാം. അപ്പൊ പിന്നെ പൈസ ചെലവില്ലല്ലോ. എന്തായാലും ആ പുള്ളിക്കാരന്റെ മുഖം ഒന്നും കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോഴാണ്. അത് പേടിക്കണ്ട, ഞാൻ അവരോട് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാണണോ? നിനക്ക് കാണണോ? എനിക്ക് കാണണേ. ചേട്ടനെ എനിക്ക് കാണണേ. അയ്യോ എനിക്കത് കാണണ്ട, എനിക്കത് കാണണ്ട. പിന്നെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല, കാണാ. നീ എന്തോന്ന് ഫോട്ടോടാ എന്നെ എടുത്ത് കാണിക്കണത്? അയ്യോ എനിക്കത് കാണണ്ടേ. അയ്യോ സോറി, ഇത് ഗ്രൂപ്പിൽ വന്ന ഫോട്ടോയാ. ഇതാ 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 ഇവിടെ കിടന്ന് കിണിക്കുന്നേ. എന്നാണ് കാണിച്ചേ? കരിഞ്ഞപ്പോ ഈ പുള്ളിയുടെ മോന്ത കണ്ടോ? അല്ലെങ്കിൽ തന്നെ കറുത്ത കരികുട്ടി പോലെ ഇരിക്കണത്. ഇത് കൂടെ വന്നപ്പോഴത്തേക്ക് ഒരുമാതിരി കോലമായി പോലെ. പ്രാന്തായത് മരണ വീടാ. എടി നിന്റെ ഭർത്താവ് മരിച്ച ആരെങ്കിലും കണ്ടാ എന്നാ പറയാൻ? മര്യാദ കയറി. അതെ, ഒരു 5,000 രൂപ ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട്. 5,000 കുണുവാ ചെലവായിരുന്നു. എന്തിനാ? അത് നമ്മുടെ കസേര ബുക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്, ഷാമിയാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സ്വാമിനാഥൻ എന്തിനാ ഇവിടെ വിളിച്ചേ? സ്വാമിനാഥനല്ല, ഷാമിയാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4 തോരണം LED സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. LED സെറ്റപ്പോ? മരണ വീട്ടിലോ? എന്തിനാ LED? ഒന്നാമത് ഈ പട്ടിക്കാട്ടിലാണ് വീട്. ഇത് ആൾക്കാർ വന്നെത്തണമെങ്കിൽ LED സെറ്റപ്പ് ഒക്കെ ഇട്ടെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് മിന്നിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വന്ന് കയറുള്ളൂ. ലൈറ്റ് ഇട്ട് മിന്നിച്ച് ഈ വീട്ടിലോട്ട് വരുന്ന ഇവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുവാണോടാ തെണ്ടി. ഞാൻ ഇതൊക്കെ ഒന്ന് എന്റെ ഐഡിയ അനുസരിച്ച് അങ്ങനെ ചെയ്തല്ലേ ഉള്ളൂ. ഞാൻ തരത്തില്ല, 5 പൈസ ഞാൻ തരത്തില്ല. ഞാൻ തരത്തില്ല, 5 പൈസ ഞാൻ തരത്തില്ല. 5,000 രൂപ എനിക്ക് ഇങ്ങനെ കിട്ടണം. 5,000 രൂപ കിട്ടിയാൽ ഇയാൾ പോകും. ഞാൻ പോവുള്ളൂ. പക്ഷെ ഇപ്പൊ എന്നെ ചെയ്യാൻ പൈസ അല്ലേ എന്റെ നല്ല ചെലവാകുന്നേ. കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 4,800 അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ എന്ത് പണിക്ക് പോയാലും എനിക്ക് നഷ്ടം വരും. അഡ്ജസ്റ്റ് ചെയ്യും, 4,800 അഡ്ജസ്റ്റ് ചെയ്യും. അത് എത്രേ ഉള്ളൂ. 200 രൂപയല്ലേ ഉള്ളൂ. ഞാനതല്ലേ പറഞ്ഞു, 4,800 അഡ്ജസ്റ്റ് ചെയ്യും. 200 തന്നില്ലേ? 4,800 ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിനകത്ത് പിടിച്ചാണ്. എനിക്ക് 5,000 രൂപ തന്നെ കിട്ടണം. എടാ നീ ഒരു മരണ വീട്ടിൽ വന്ന് ഒരു പൈസ ചിലവാക്കിട്ട് ഇങ്ങനെ കണക്ക് പറയല്ലേ ബിജു? ഞാൻ പോയിട്ട് പിന്നെ വരുമോ? എനിക്ക് 5,000 രൂപ. പിന്നെ ഇന്ന് ഫുള്ളുണ്ടാവോ? ഇന്ന് ഫുള്ളല്ല, ഒരു കോട്ടൺ മേടിച്ചു വൈകിട്ട് അടിക്കാൻ വേണ്ടിട്ട്. അതല്ല ഞാൻ ചോദിച്ചാ, ഇന്ന് ഫുള്ളായിട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. എനിക്കൊന്ന് വീട് വരാൻ പോകണം, അതിന് വേണ്ടിട്ടാ. അതാണോ ചോദിച്ചാ? നീ വീട്ടിൽ പോകോ, വീട്ടിൽ പോയിട്ട് വന്നാൽ മതി. അപ്പൊ ഞാൻ വരുമ്പോ 5,000 രൂപ തരണേ. ഒരു കോട്ടൺ മേടിച്ചാ പൊളിഞ്ഞു പോയി. നീ ഇങ്ങനെ കിടന്ന് ഇവിടെ കിടന്ന് കരയാതെ കുഴപ്പമില്ല. ഞങ്ങളല്ലേ ഞാൻ നിനക്ക്
പ്രായമൊക്കെ കുറവാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് തരാം. നടക്കത്തില്ലേ, നടക്കത്തില്ലേ. ഞാനല്ലേ പറയുന്നത്, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? സാരി വാങ്ങിക്കണം, മാല വാങ്ങിക്കണം, മേക്കപ്പ് ചെയ്യണം, ഇതൊന്നും ഇന്ന് നടക്കത്തില്ലേ. ഇന്ന് വൈകിട്ട് ഉണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞേ. ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം നമുക്ക് നടത്താം, കല്യാണം നടത്താം. അങ്ങപ്പുറത്തെ വീട്ടിലെ ബിനുവും നോബിയും കെട്ടാതെ നിൽക്കുക. ഒരാളെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിപ്പിക്കാം. ഇതിലാര് കെട്ടും? ബിനു കെട്ടുവോ? നോബി 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 ബിനു ആയിരുന്നേ എന്റെ മനസ്സിൽ പിടിച്ചത്. നോബി ആണെങ്കിൽ നോബിയേ. അത് കുഴപ്പമില്ല, നീ അവിടെ കിടന്ന് മിണ്ടാതെ അരങ്ങാതിരി. അയ്യോ, എന്റെ ചേട്ടന്റെ ശബ്ദം എന്റെ ചെവിയിൽ ഇപ്പോഴും എടിയേന്ന് വിളിച്ചതിന്റെ കൂട്ടല്ലേ? എന്റെ ചെവിയിലും ചെറുതായിട്ടൊന്ന് മുഴങ്ങിയായിരുന്നു. അയ്യോ അയ്യോ, വീണ്ടും അത് മുഴങ്ങിയതല്ല, ആരാണ്ടൊന്ന് കളിപ്പിക്കുവോ നമ്മളെന്ന്. അവിടെ ഒന്ന് കളിപ്പിക്കുന്ന പ്രേതായിരിക്കോ? പ്രേതോ? ഇവിടെ പ്രേതമൊന്നും വരത്തില്ല. 2018 ഇങ്ങനെ പ്രേതം. അളിയനാ പ്രേതം, അളിയൻ പ്രേതം. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, നീ ഇവിടെ വന്നേ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനോട് ജീവിച്ചപ്പോഴേ സുരേഷുമായിട്ട് വല്ലപ്പോഴും വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒരു ബന്ധം നോബി വേണ്ട, ബിനു വേണ്ട, എനിക്ക് ആരും വേണ്ട. പ്രേതമായിട്ട് വന്ന് പേടിപ്പിക്കാതെ പോ. സുരേഷ് ഗോപി കളിക്കല് ഞാൻ പറയണേ കളിയാ. സുരേഷ് ഗോപി അല്ല, പിന്നെ കുരിശ് കുരിശ്. എടാ പൊട്ട, ഇത് കുരിശല്ല, ഗുണം. ആവശ്യമുള്ള സമയത്ത് കൈകൊണ്ടൊരു ഗുണവുമില്ലല്ലോ കുരിശ. അല്ല, ഞാൻ പറയണേ കേക്ക്, ഞാൻ മരിച്ചിട്ടില്ലെന്ന്. എടി, ഞാൻ മരിച്ചിട്ടില്ലെന്ന്. നിങ്ങളൊക്കെ വിശ്വസിക്കും ഞാൻ മരിച്ചിട്ടില്ല. എനിക്കറിയാം, എന്നെ പ്ലാനി ചുണ്ണാമ്പ് തന്ന് വിളിച്ചോണ്ട് പോയിട്ട് പനെ കൊണ്ട് വലിച്ചു കീറി തിന്നാനല്ലേ. ഞാൻ മരിച്ചു. ഞുള്ളളിയ എന്തോ ഞുള്ള്. അളിയൻ വന്നപ്പോഴേ പേടിച്ച് ഞാൻ മുള്ളിയായിരുന്നു. ഞുള്ളുന്ന കാര്യമല്ല, ഞുള്ളളിയ. ഞുള്ളണോ? ഞുള്ള് ഞുള്ളി നോക്ക്. എന്താ ചെയ്യൂ? നുള്ളി നോക്കിയ ഇപ്പൊ വിശ്വാസായ? എനിക്ക് എന്നിട്ടും വിശ്വാസമായിട്ടില്ല. ഞാൻ മരിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കണ്ട, ഞാൻ മരിച്ചിട്ടില്ലെന്ന്. മരിച്ചിട്ടില്ല, അളിയൻ മരിച്ചാ. ആര് പറഞ്ഞു? ഞാൻ പറയാം. അളിയനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഞാനാണോ വിട്ടത്? വിട്ട്. ആ ട്രെയിനെ കയറ്റിയിരുത്തിട്ട് യാത്രയാക്കിയോ? ആക്കി. ആ ട്രെയിൻ പൊട്ടിത്തെറിച്ചു പോയി. ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. അളിയൻ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അപ്പൊ അളിയൻ പ്രേതമാണ്. അളിയൻ ഞാൻ മരിച്ചിട്ടില്ല, അത് ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം അറിയാം? അളിയൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടു. ഞാൻ ട്രെയിനകത്ത് കയറി ഇരുന്നു. എന്റെ അളിയാ ട്രെയിനകത്ത് കയറി ഇരുന്നപ്പോ തന്നെ ട്രെയിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഒച്ചയും ബഹളം കേട്ടപ്പോ എനിക്ക് കൊണ്ട് ആദ്യം കയറി ആന്തൽ കയറി ബി.പി കൂടി. എനിക്ക് പെട്ടെന്ന് രണ്ടെണ്ണം അടിക്കാതെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ ഒന്നും നോക്കിയില്ല. ട്രെയിൻ അങ്ങ് മൂവ് ചെയ്യുമ്പോൾ ഞാൻ ചാടി പ്ലാറ്റ്ഫോമിലേക്ക്. അത് ശരി. വെറുതെ കിടന്ന ട്രെയിനകത്തിരിക്കുമ്പോൾ ഭയങ്കര പേടി. അടി മൂത്ത് കഴിഞ്ഞപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു പേടിയില്ല. കാരണം എനിക്ക് പേടി മുത്തിട്ട് രണ്ടെണ്ണം അടിക്കണമല്ലോ, ആ ചിന്ത മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് ടക്കേ നിങ്ങൾ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അണ്ടടി എന്റെ പൊന്നുഷ ഏതാ കിടക്കണു. ട്രെയിൻ അങ്ങ് പോണ്. ഭാഗ്യമില്ലടി നമ്മളെ രക്ഷപ്പെട്ടത്. ഞാൻ രക്ഷപ്പെട്ടില്ലേ, നിന്റെ ഭാഗ്യമാണോ? ഉയ്യോ, ഞാൻ രക്ഷപ്പെട്ടടിയാ. ഭാഗ്യമല്ല, ഞങ്ങളുടെ ഭാഗ്യക്കേടാ. അതെങ്ങനെ പറഞ്ഞാൽ ശരിയാക്കുന്നത്? നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞ് റെയിൽവേ ഞങ്ങൾക്ക് 50,000 രൂപ കിട്ടുമായിരുന്നു. അപ്പൊ നിങ്ങൾ മരിച്ചത് തന്നെ. അയ്യടാ, ആ 50,000 ഒന്നും ഇനി വേണ്ട. എന്റെ ഭർത്താവ് തിരിച്ചു വന്നല്ലോ, എനിക്ക് എന്റെ ഭർത്താവ് മതി. 50,000 രൂപ. നിങ്ങൾ രണ്ടുപേരും നന്നായി. ഞാൻ കൈക്കൂലി എനിക്ക് ഒരു 10,000 രൂപ കൊടുത്തായിരുന്നു. ഇവിടെ ഒരു 6,000-7,000 രൂപ ചെലവായി. അത് നിങ്ങൾ തരുമോ? ഞാൻ തരത്തില്ല. അളിയനല്ലേ ഈ വകുപ്പെല്ലാം ഉണ്ടാക്കി വെച്ച. അളിയൻ തന്നെ അങ്ങ് മുടക്ക്. ഞങ്ങളുടെ 10 പൈസ. അപ്പൊ അത് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ എന്നാ ഒരു സത്യം പറയാം. എന്താ സത്യം? റെയിൽവേ 50,000 രൂപ അല്ല, 15 ലക്ഷം കിട്ടും. ആവശ്യമില്ലാത്ത സമയത്ത് മയങ്ങി വീടല്ലേ. ഇനി ഏറ്റവും സന്തോഷമുള്ള വേറൊരു വാർത്തയോടെ ഞാൻ പറയാം. എന്താ? അതിനകത്ത് 10 ലക്ഷം മാത്രം മതി. 5 ലക്ഷം നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു. അയ്യടാ, അതൊക്കെ മനസ്സിരുത്താ മതി. 10 ലക്ഷം രൂപ ഞങ്ങൾക്ക്, 5 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തു. എന്ന് വെച്ചാൽ ഞാൻ മരിക്കണം എന്നാണ് നീ പറഞ്ഞു വരുന്നത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. കടങ്ങളൊക്കെ ഉള്ളതല്ലേ. നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബിജുവും ബൈജുവും കണ്ടായിരുന്നു. സാരമില്ല. ഇവനെ നമുക്ക് ഒളിപ്പിക്കണം. ഇന്നൊരു ദിവസത്തേക്കുള്ള ഒളിപ്പിച്ചിട്ട് രാത്രി ഇവനെ നമുക്ക് വായിക്കണം. നമുക്ക് പാകിസ്ഥാനിൽ കേട്ടിട്ടാലേ. പാകിസ്ഥാനിൽ നിന്റെ അമ്മൂമ്മ ഇരിക്കുന്നു. ഇപ്പൊ രാത്രി ഇവിടെ കൊണ്ടുവിടാൻ ഒരു കാര്യം ചെയ്യ്. നീ അകത്ത് എവിടെയും പോയി ഒളിച്ചോ. വരുന്നു. പോയി അകത്ത് പോയി ഒളിക്കാൻ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്നും നവ്യാനാരുടെ കഥ പറഞ്ഞോണ്ടിരിക്കാതെ കഥ പറ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഞാനേ ഇവിടുത്തെ ചേട്ടനെ കണ്ടു. ഇവിടെ വന്നായിരുന്നല്ലോ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ബോട്ടിൽ ഇവിടെ വന്നെന്നാ ഞങ്ങളുടെ എപ്പോഴും ഉള്ള ഓർമ്മ. ആണോ? ഞാനും ബൈജു കൂടിയേ ആ പുഴയിരുന്ന ഒരു ഫുള്ള് മേടിച്ച് അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി പോയപ്പോ പുറയുന്ന നോണ്ട്. എന്നിട്ട് എന്നോട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരാ
നമ്മുടെ ഇവിടുത്തെ സരസൻ ചേട്ടൻ. അവിടെ നിന്ന് പറയണ്ട, അവിടെ നിന്ന് പറയണ്ട, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. സരസൻ ചേട്ടൻ ഇന്ന്. എന്നിട്ട് അപ്പൊ എന്നോട് പറയാ, ഞാൻ നോക്കി ഞെട്ടിപ്പോയെന്ന്. നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല പ്രേതത്തിന്. ഒരു 8 അടി പൊക്കം, കയ്യും കാലും ഒക്കെ ഇത്രയോ നീളമുണ്ട്. നമ്മുടെ ഈ കാലുണ്ടല്ലോ, പുള്ളിക്കാരന്റെ കാല് നിലത്ത് മുട്ടിയിട്ടില്ല. ഏതാണ്ട് ഈ ലെവല് പൊങ്ങി നിക്കുക. ഇങ്ങനെ അത്ര ലെവല് പൊങ്ങി നിൽക്കുക. നല്ല തള്ള അല്ലയോ? നല്ല തള്ളാന്ന്. അല്ല, നല്ല വെള്ളമായിരുന്നു. നല്ല വെള്ളം. മദ്യത്തിന് വേണ്ടി ഇങ്ങനെ ആർത്തിമൂത്ത് നടക്കുക പ്രേതം. സത്യം. എന്നിട്ട് പുള്ളിക്കാരനെ ആ ഫുള്ളുണ്ടല്ലോ, ആ ഫുള്ള് അങ്ങ് പൊട്ടിച്ചു. ഫുള്ള് പൊട്ടിച്ചിട്ട് കളകളകളകളാന്നും പറഞ്ഞൊരു ഒറ്റയടി. 60 അടിച്ചിട്ട് കൊളകളാന്നടിക്കുന്നു. 60 അടിച്ചെന്നാ? ആര്? 60 അടിച്ച് നീയല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ 60 അടിച്ച് നീയാ പറഞ്ഞേ? 60 ഇങ്ങനെ ഒഴിച്ചല്ലോ. ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ആ ഫുള്ള് എടുത്ത് കളകളാന്ന് പറഞ്ഞ് അടിച്ചേ. ഇവിടെ നിന്ന് പറയാം, അവിടെ അഴുക്ക് സ്ഥലമാ. വേണ്ട, ഞാൻ ചേച്ചി എടുത്തിരുന്നോളാം. അവിടെ ഇരിക്കത്തുള്ളൂ. പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞേ, എടാ നിനക്ക് ഞാന് പല പ്രാവശ്യമായിട്ട് 25,000 രൂപ തരാനുണ്ട്. നീ അളിയന്റെ അടുത്ത് പോയി മേടിച്ചോ. 50,000 രൂപ അവിടെ നിന്ന് ഇത് കിട്ടും. പിന്നെ മരിച്ചതിന്റെ സന്തോഷത്തിൽ ഒരു 500 രൂപ ഒരു ഫുള്ളും മേടിച്ചു. 25,000 രൂപ പുള്ളി തരാനുണ്ടോ നിനക്ക്? എനിക്ക് സങ്കടം വന്നിട്ട് വരില്ലായിരുന്നു എനിക്ക്. സത്യം സത്യം. എടാ കാലം, നിനക്ക് എപ്പോഴാണ് ഞാൻ 25,000 രൂപ തരാനുള്ളത്? എടി ഞാൻ 10 പൈസ കൊടുക്കാനല്ലേ ഈ കിടക്കണ പട്ടിക്ക്. അവൻ പറയാ ഞാൻ പൈസ കൊടുക്കാനുണ്ട്. നശിപ്പിക്കല് ഞാൻ പറഞ്ഞേക്കാം. ആര് വന്നാലും അവൻ അയാൾ മയങ്ങി വീണോണ്ട് ആരോടും പറയത്തില്ല. ഇവിടെ കിടന്നു നീ ഒച്ച ഉണ്ടാക്കാൻ നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് കയറിപ്പോ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ നോക്കിക്കോളാം. ഹലോ, വരുന്നു. അകത്ത് കയറി പോകാൻ പറഞ്ഞു കേട്ടില്ല. താണ്ടുമുണ്ട്. ഇതാരെ നടക്കണ വഴിക്ക്? അത് പിന്നെ ഇവിടുത്തെ വീട്ടിലെ പുള്ളിയുടെ അനന്തരവനാ. കരഞ്ഞ് 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 തളർന്നുറങ്ങുക. ഞാൻ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വരുവാണ്. ഇവിടെ ഇന്ത്യൻ റെയിൽവേയുടെ പോക്കോളിനകത്തൊന്ന് ഇറങ്ങി വരുവാ. കളിയാക്കരുത്. ഒരുപാട് ആൾക്കാർ എന്നെ പലതരത്തിൽ കളിയാക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഷൈൻ ചെയ്യണം എനിക്ക്. മരണ വീട്ടിൽ വന്നാണോ ഷൈൻ ചെയ്യുന്നേ? അങ്ങനെയല്ല, മറ്റേ പേപ്പറിന്റെ അടിയിൽ മറ്റേ എന്നെ തോൽവി റെയിൽവേ ഷൈൻ ചെയ്യുവാന്ന്. അത് തന്നെ. ഇതുപോലും അറിയാൻ പേത്ത നിങ്ങൾ എങ്ങനെ ഈ റെയിൽവേ കയറിയത്? അത് അച്ഛൻ്റെ ഒറ്റ പിടി കിട്ടിയതാ. ഒരുപാടുള്ളവർക്ക് ജോലി കിട്ടും റെയിൽവേയിലൊക്കെ. MLA MP അല്ലല്ല, അച്ഛൻ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു. ഇലക്ട്രിക് ട്രെയിനിന്റെ കമ്പിയെ കയറി ഒറ്റപ്പിടി കത്തിക്കരിച്ചു പോയി. ഞാൻ ചിരിച്ച ആ ഒറ്റ പിടി കിട്ടിയതാ. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്, ഒന്ന് ഇരിക്കാനായിട്ട്. കുഴപ്പമില്ല, ഞാൻ ഇല്ല, റെയിൽവേ ആണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ ഭാവങ്ങളൊന്നുമില്ല. മരിച്ചതാരാ? ഞാൻ സരസന്റെ ഭാര്യ. ആണോ? ഈ മരിച്ചയാളുടെ പേരെന്ന് പറയൂ. സരസൻ. ഓക്കെ. വയസ്സ് 42. 42. ഓക്കെ, 42. ആധാർ കാർഡ് വേണം പുള്ളിയുടെ. ആധാർ കാർഡ് ഇപ്പം എവിടാണ്? അതായത് നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ട് ഞാനൊരു കാര്യം പറയുമ്പോ നിങ്ങൾ അവിടെ പോയിക്കണം. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ലേ പറയണത്. ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ കണ്ടില്ല. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് ഞാൻ അവിടെ ശരിയാ പറഞ്ഞോ. മനസ്സിലായില്ലേ? ഈ മരിച്ചയാളുടെ ഇൻകം കാണിക്കണം. ഓ അങ്ങനെയൊന്നുമില്ല. 100 രൂപയൊക്കെ കിട്ടും മാസം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഭർത്താവിന് വേറെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പുറത്തെ സുമതിയായിട്ട്. ഞാൻ കൈയോടെ പിടിച്ചു. അതല്ല, വേറെ വരുമാന മാർഗം വല്ലതും ഉണ്ടായിരുന്നോ ചോദിച്ചില്ല. ഇല്ല, ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, ചേച്ചിയുടെ ഫോൺ നമ്പർ ഒന്ന് തരേണ്ടി വരും. 9947723339. ബോധം വന്നല്ല, പിന്നെ ബോധം പോയി. പിന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങളായതുകൊണ്ടേ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വന്ന് വലിയ ഓഫീസർമാരെ കണ്ടത് ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ല, പൈസ കിട്ടണമെങ്കിൽ മതി. പൈസ കിട്ടുന്ന അങ്ങനെ എന്താ ഉദ്ദേശിച്ച എന്തുവാ? ഈ പേപ്പറിന്റെ പുറകിലിട്ടിട്ട് ഇങ്ങനെ ഈ പുള്ളി എന്താ പറയുന്നത്? അറ്റസ്റ്റ് ചെയ്യുവാന്നാ അതിന് പറയുന്നത്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പേപ്പർ മേളിലേക്ക് അയക്കാം. അപ്പൊ നിങ്ങൾക്ക് പൈസ ചെക്കായിട്ട് വരും. പൈസ കിട്ടുമല്ലേ? ഓക്കെ. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഒരു 7:30 ആവും ഞാൻ വരട്ടെ. നാളെ വന്നാൽ ശരി, നാളെ ഒന്നും കിട്ടത്തില്ല. എന്നാൽ മറ്റന്നാൾ വെളുപ്പിന് ഞങ്ങൾ വരാം. ഇവിടെ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം അറിയാൻ പാടില്ലേ? ഇന്ത്യൻ ട്രെയിൻ തന്നെ വളരെ 2-3 ദിവസം ലേറ്റ് ആയിട്ട് വരും. പിന്നെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കുറെ കാലതാമസം എടുക്കും ഇതിന്. അപ്പൊ ഒരു 1-2 മാസം എടുക്കുമായിരിക്കും അല്ലേ? 1-2 മാസം. ഇവിടെ 10-20 കൊല്ലം കഴിയും. പിന്നെ കിട്ടിയാ കിട്ടിയെന്ന് പറയാം, അല്ലാതെ ഇപ്പൊ ഞാൻ എന്നാ പറയണത്? ഇതാണിത്. 10-20 വർഷം. ഇത് 10-20 വർഷം ഞാൻ ഇവിടെ പശു നിൽക്കുന്ന മുട്ടുകാലം നിൽക്കാൻ പറ്റുമോ? ഇത് മറ്റേ ആധാർ കാർഡില് സരസൻ സരസൻ. അപ്പൊ ഇയാളൊക്കെ കൂടി ഇന്ത്യൻ റെയിൽവേനെ പറ്റിക്കായിരുന്നല്ലോ. ഞാനല്ലേ പറ്റിച്ചത്. ഞാൻ നിക്കണ എന്റെ പുന്നാരളിയൻ അവനെ പറ്റി അങ്ങോട്ട് ചോദിക്കും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇച്ചിരി കൈക്കൂലി തന്നിട്ടുണ്ടെങ്കിൽ ഈ 15 ലക്ഷം രൂപ കിട്ടുമോ? 15 ലക്ഷം കിട്ടില്ല, 15 വർഷം കിട്ടും. എങ്ങനെ? ഇന്ത്യൻ റെയിൽവേനെ കബളിപ്പിച്ചതിന്റെ പേരിൽ 15 വർഷം കഠിന തടവ് കേട്ടാ.
അയ്യോ പ്രേതം 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 ആ പാളു എടാ, പ്രേതം എടാ പൊട്ട ഇവിടെ ക്ലൈമാക്സ് കഴിഞ്ഞ് കഥയും കഴിഞ്ഞ് അപ്പഴാ പ്രേതം ആരുടെ കഥ കഴിഞ്ഞു ഇവന്റെ